ഇവിടങ്ങളിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന കാഴ്ചയാണ് ഇതുപോലെ കച്ചകെട്ടിയൊക്കെ കൊണ്ടുപോകുന്നത്. അവർക്ക് എന്ത് സാധനം വേണമെങ്കിലും, ഇനി ഓട്ടോയിൽ വേണമെങ്കിലും ആ ഒരു ലോഡ് എടുത്ത് അവർ കൊണ്ടുപോകും എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ എന്ത് വാഹനമാണോ ഉള്ളത് അതിൽ വെച്ചിട്ട് അവർ ആ ഒരു പ്രവർത്തനം നടത്തും എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത പോലെ ഒന്നും അത്രത്തോളം വൃത്തിയായിട്ട് വണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇനിയിപ്പോൾ തട്ടിയാലും മുട്ടിയാലും അവരവരുടെ രീതിക്ക് പോകും. നമ്മുടെ അവിടെയൊക്കെ ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിർത്തി സംസാരിച്ച് അത് ക്ലിയർ ആക്കാനുള്ള പേയ്മെൻറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിച്ച് ക്ലിയർ ആയതിന് ശേഷമാണല്ലോ പോകാറ്. ഇവിടങ്ങളിലൊന്നും അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഹിന്ദുപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഹിന്ദുപ്പൂരിലേക്ക് വന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു തടാകം പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിലേക്ക് കുളിക്കാം എന്നുള്ള രീതിയിൽ, അലക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. പോകുമ്പോൾ ഇതുപോലത്തെ വണ്ടികളിലൊക്കെ തന്നെ വെള്ളം കൊടുക്കുന്ന ആ ഒരു കാഴ്ച കാണാറുണ്ട്. ഇതുപോലത്തെ വണ്ടികളിൽ നിന്നാണ് നമ്മൾ വെള്ളം മേടിക്കാറ്. 5 രൂപ മുതൽ 20 രൂപ വരെയുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ 30 രൂപ വരെയുള്ള ഗ്യാപ്പിൽ നമുക്ക് വെള്ളം പല സ്ഥലത്തും പല രീതിയിലായിട്ട് കിട്ടാറുണ്ട്. അതുപോലെ നമ്മൾ വെള്ളം 20 ലിറ്ററിൻ്റെ ക്യാനിൽ മേടിച്ച് വെക്കുകയാണ് എങ്കിൽ നമുക്ക് കുളിയും നനയും രാവിലത്തെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ട് നടക്കും എന്നുള്ളതാണ്. ഇവിടെ വെള്ളം കണ്ടതുകൊണ്ടും ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ടും നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇല്ല എങ്കിൽ നമ്മൾ ആ ഒരു ക്യാന് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കുളിയും നനയൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ പരിപാടി കഴിഞ്ഞതും നമ്മുടെ ട്രാവലിംഗ് തുടങ്ങാറ്. ഹിന്ദുപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന ചെരുവിൻ്റെ മേലെ ഭാഗത്തായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മുന്നേ നമ്മൾ ഇങ്ങനത്തെ പ്രദേശം കണ്ടപ്പോൾ അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ചെരു എന്നുള്ള രീതിയിലാണ് ഈ പ്രദേശത്തൊക്കെ അറിയപ്പെടുക. ആ കാണുന്ന ഏരിയയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അവിടങ്ങളിലായിട്ട് പല ആളുകളും തിരുമ്പുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. നമ്മളും ആ ഒരു ഏരിയയിലേക്കാണ് കുളിക്കാൻ വേണ്ടിയിട്ടും തിരുമ്പുന്നതിന് വേണ്ടിയിട്ടും പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹിന്ദുപ്പൂരിലെ പ്രഭാത കാഴ്ച എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ക്ഷീരകർഷകരാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലും എന്നിങ്ങനെ തോന്നിപ്പോകും. വളമ കാര്യങ്ങളൊക്കെ തന്നെ പലയിടത്തും ഇങ്ങനെ കൊണ്ടുപോയി ചെരിഞ്ഞു വെച്ചതായിട്ടും കൂട്ടി വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കന്നുകാലികളെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കാളവണ്ടി ഇന്നും ഇവിടെ ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ ഒരു കാളവണ്ടിയുടെ മാതൃകയിലായിരിക്കാം ട്രാക്ടർ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ചെരു എന്ന് പറഞ്ഞ ഈ പ്രദേശത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ കല്ലുകൊണ്ട് കെട്ടി നിർത്തിയ ഒരു വെള്ള സംഭരണി എന്ന് വേണമെങ്കിൽ പറയാം. ഡാമിനെ മാതൃകയാക്കിയിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കാം ഇതിൻ്റെ ഒരു ഡിസൈനിങ്. മഴ പെയ്തിട്ടുണ്ടാകുന്ന വെള്ളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിലുള്ള മരങ്ങളൊക്കെ തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്.